ബിഷപ്പ്, ഇപ്പോൾ ചായ കുടിക്കാനും കേക്ക് മുറിക്കാനും ഒന്നും അരമനയിലേക്ക് ആരും വരണ്ട എന്ന് കഴിഞ്ഞ ദിവസമാണ് ക്ലിമിസ് ബാവ പറഞ്ഞത്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പിനെ പോയി കണ്ട് എല്ലാ സഹായവും വാഗ്ദാനവും ചെയ്തു. അതായത് ചായ കുടിക്കാനും കേക്ക് മുറിക്കാനും ഒക്കെ BJP ഇപ്പോഴും റെഡിയാണ്. സഭ ഈ അനുവാദം കൊടുക്കലിലൂടെ എന്തു സന്ദേശമാണ് ബിഷപ്പ് നൽകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, സഭകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, നമ്മളൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊരു സമദൂര ഒരു നിലപാടാണ് ഇപ്പോഴും സഭ സ്വീകരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സഭയുടെ വിശ്വാസികൾക്കും സഭാംഗങ്ങൾക്കും നമുക്ക് നീതി ലഭിക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, സമൂഹത്തിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അതിൻ്റെ അർത്ഥം ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സമവായത്തോടെ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് രീതിയിൽ തന്നെ തീർക്കാനല്ല. ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താ, എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മുടെ സിസ്റ്റേഴ്സിനെ നമ്മൾ അവിടെ നിന്ന് മോചിപ്പിക്കുക, അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസ്താവന നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം ആദ്യം ഈ സംഭവത്തെ അപലപിച്ച ഒരാളായിരുന്നു BJPയുടെ ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന് ഈ കാര്യം ബോധ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്ലിമിസ് ബാവായുടെയും അവരുടെയൊക്കെ പ്രതികരണം, കാരണം ഈ നീതി നിഷേധിക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളും ഓരോ നിലപാടുകളും അല്ലെങ്കിൽ സ്ത്രീ സഭകളെ ആരെ സമീപിക്കുമ്പോഴും അതിനകത്തൊക്കെ ആത്മാർത്ഥമായ ഒരു നിലപാടുകളും ആത്മാർത്ഥതയും ഉണ്ടാകണമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ വിഷയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന ആളുകളോ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകളോ നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ ആ കാര്യം അത് പ്രത്യേകിച്ച് ഈ സിസ്റ്ററുടെ നീതിക്ക് വേണ്ടിയിട്ടും മോചനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു.